ട്രംപ് ആണ് ഇപ്പം ഈ മിലിറ്ററിസത്തിനെതിരായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്ന ഒരാളായിട്ടാണ് ട്രംപ് നിൽക്കുന്നത്, അതായത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക. അപ്പൊ അതെല്ലാമാണ് നമ്മൾ പറഞ്ഞ ഈ ബേസിക് ഇഷ്യൂസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതായത് ഇപ്പം ഈ ലോകത്തിൽ മുഴുവൻ ഈ അമേരിക്ക നടത്തുന്ന ഇന്റർവെൻഷൻസ്, അതുപോലെ അല്ലെങ്കിൽ മറ്റേ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇതുമായിട്ട് വരുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഹെൽത്ത് കെയർ. അമേരിക്കയിൽ ദ മോസ്റ്റ് ഇതായിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ഉള്ളത്. കാരണം ഒരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന ഒരു സ്ഥിതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം. പിന്നെ അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ക്രംബ്ലിങ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇവരാരും അല്ലെങ്കിൽ ഈ ഒരു മെയിൻ ഡിബേറ്റബിൾ ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. അവിടെയാണ് ഞാൻ ചോദിച്ച ഈ പുതിയ ജനറേഷൻ്റെ ഇടയിലുള്ള ഈ ആപ്പതി എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ വല്ലാത്തൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് എല്ലാവരുടെയും കേൾക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലവർ പറയുന്ന ഒരു എക്സാമ്പിളാണ്, അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അവർ പറയുന്നത് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് തുർക്കി, ഈജിപ്റ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ച് അമേരിക്കയിൽ വന്ന് ആ ഒരു എക്സ്പെൻസും അമേരിക്കയിൽ അതേ ഒരു ചികിത്സയ്ക്കുള്ള എക്സ്പെൻസും കൂടെ കമ്പയർ ചെയ്താൽ ഈ പോയി വന്നതിനാണ് എക്സ്പെൻസ് കുറവ്. അതെ അങ്ങനെ ഒരു പറയാറുണ്ട്. അപ്പോൾ ഈ പോളിസീസ് ഡിസ്കസ് ചെയ്യാത്തത് ഒരേ സമയം ഇപ്പോൾ ഈ അരാഷ്ട്രീയവാദികളുള്ള ആൾക്കാർക്ക് അവർക്ക് എന്താ പറയുക, അത് അവർ ശ്രദ്ധിക്കാനേ പോകുന്നില്ല. പക്ഷെ കുറച്ച് രാഷ്ട്രീയവും എന്താണ് ഇവർ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്, അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു നിരാശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ നിലവിലുള്ള പോളിസീസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രഖ്യാപിക്കും, അതൊക്കെ ഒരു പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ. അതെ, ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇവരിതെല്ലാം പറയും. പക്ഷേ ഇലക്ഷൻ എലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവര് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈഡന്റെ കാര്യം, ബൈഡൻ പറഞ്ഞത് സ്റ്റുഡന്റ് ലോൺ ഡെറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് വിദ്യാർത്ഥികളുടെ കടബാധ്യത. ഏതാണ്ട് $3 ട്രില്യൺ അടുത്തെത്തി എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. അപ്പം പ്രസിഡന്റ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് 3 വർഷം വരെ അദ്ദേഹം ഒന്നും ചെയ്തില്ല കാര്യം. ഈ ഇലക്ഷൻ ഇയറിന്റെ അടുത്തപ്പോഴത്തേക്ക് അങ്ങേര് അതിൻ്റെ ഒരു ബില്ല് കൊണ്ടുവന്ന് അതും വളരെ പാർഷ്യലി കുറച്ച് എഴുതി തള്ളുന്ന ആ നിലയിൽ. പക്ഷെ അത് റിപ്പബ്ലിക്കൻസ് അപ്പം എന്ത് ചെയ്ത് അത് ഇതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചു, കോൺഗ്രസ്സിൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പം പറയണത് ഇപ്പം ചെയ്തോ എന്ന് ചോദിച്ചാൽ എന്നിട്ട് ഇവരതൊരു പൊളിറ്റിക്കൽ ടസ്സിലാക്കി മാറ്റുകയാണ്. റിപ്പബ്ലിക്കൻസ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പറയണത് അദ്ദേഹത്തിന് അത് ചെയ്യാനെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിലേ ചെയ്യാമായിരുന്നു. അങ്ങനെ അത് ചെയ്യുന്നതിന് പകരം അത് ചെയ്യാത്തത് ഈ ബാങ്കിങ് ലോബിയെയും ഫിനാൻഷ്യൽ ലോബിയെയും സഹായിക്കാനാണ്. ഹെൽത്ത് കെയർ, ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ലോകത്തിലെല്ലായിടത്തും അംഗീകരിക്കുന്ന ഒരു സാധനത്തിനെ ഇവർ അംഗീകരിക്കാത്ത ഇൻഷുറൻസ് ലോബിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോളിസീസിൻ്റെ മാറ്റം പറയുമ്പോൾ ഇപ്പോൾ കമലാ ഹാരിസ് ടെമ്പററി, അതായത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഗാസയിൽ ഒരു സീസ് ഫയർ, വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, അതും താൽക്കാലികമായിട്ട് ഈ ഒരു ഇലക്ഷൻ സമയത്ത്. ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും അതേസമയം ഇസ്രായേലിനെ സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്, പക്ഷേ ടെമ്പററി ഒരു സീസ് ഫയർ വേണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്താ പറയുക, അങ്ങനെ ഒരു നിലപാടാണ് കമലാ ഹാരിസ് ഒക്കെ നടത്തുന്നത്. അതേസമയം ട്രംപ് കമലാ ഹാരിസ് കമ്മ്യൂണിസ്റ്റ് ആണ്, കോമ്രേഡ് ഹാരിസ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ ഈ ഒരു ഡിബേറ്റ് ക്രൂഷ്യൽ ആയിരിക്കും. അതാണ്. അതെ ഡിബേറ്റ് എന്തായാലും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം കമലാ ഹാരിസിന്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ആണ്, ട്രംപിന്റെ 3-ാമത്തെ 4-ാമത്തെ ആണ്. അതെ, അപ്പോ എങ്ങനെയാണ് ഇപ്പൊ കമലാ ഹാരിസിന് ഒരു പ്രോസിക്യൂട്ടർ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അപ്പൊ ട്രംപ് പറയുന്ന കാര്യങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ കൗണ്ടർ ചെയ്യും, എങ്ങനെയാണ് ഒരു പ്രോസിക്യൂട്ടർ ലെവലിൽ എങ്ങനെയാണ് കമലാ ഹാരിസ് പെർഫോം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് ആക്ച്വലി ആളുകൾ നല്ലോണം ഉറ്റുനോക്കുന്നുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ കമലാ ഹാരിസിന് ഇനിയും നല്ലൊരു ബൂസ്റ്റ് കിട്ടും. കാരണം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പോള് വന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് നെക്ക് എന്ന് പറയുന്നത്. അതെ ഇന്നലെ വന്നതിൽ 1% കൂടുതൽ ട്രംപിനാണെങ്കിലും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ മൈനസ് ചെയ്ത ഇതൊരു ടൈ ആണ് ഇപ്പൊ കാണുന്നത്. അതെ അവിടെ നിന്ന് ഒരു പക്ഷേ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാനായിട്ട് ഇത് സഹായകമാവും.